സൂപ്പറായിരുന്നു. ഓർഗനൈസേഷൻ നല്ല വെൽ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ ചെയ്തു. പിന്നെ ഫുഡാണെങ്കിലും സൂപ്പറായിരുന്നു. മക്കളൊക്കെ നന്നായി എൻജോയ് ചെയ്തു. ഹലോ ഗൈസ്, അപ്പോൾ ഡ്രീം ഡെസ്റ്റിനേഷൻ്റെ ഒരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മള് ഏകദേശം കുറച്ച് നാളായി നമ്മുടെ ഒരു വ്ളോഗൊക്കെ നമ്മുടെ ചാനലിൽ വന്നിട്ട് കുറച്ചധികം തിക്കും തിരക്കുകളിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് കുറച്ച് ഫ്രീ ആയിട്ടുള്ള ട്രിപ്പാണ്, കാരണം എറണാകുളത്തേക്കാണ് യാത്ര വരുന്നത്. ഇപ്പോൾ 2 വണ്ടിയാണ് നമുക്ക് ടോട്ടൽ വരുന്നത്. നമ്മുടെ എരുമിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ 2 ബസ്സാണ്. ഒന്ന് നമ്മുടെ കുമ്പാരീസും അതേപോലെ തന്നെ ഡോൾഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗിരീഷേട്ടൻ്റെ വണ്ടിയാണ്. ഞങ്ങളിപ്പോൾ നമ്മുടെ കുമ്പാരീസ് ഇപ്പോൾ നിലവിൽ ഇന്നലെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എത്തിയപ്പോൾ രാത്രിയായി. അത് കഴിഞ്ഞ് കഴുകി കറക്റ്റായി നമ്മൾ രാവിലെ ഇപ്പോൾ സമയം ഏകദേശം 5:30 അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഏകദേശം 6-6:15 ആൾക്കാർ എടുക്കണം. അപ്പോൾ ചെറിയൊരു കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ ചേഞ്ച് ഒക്കെ ഉണ്ടായി. നമുക്ക് വഴിയെ പറയാം. മനസ്സിലാവുമെന്ന് അറിയില്ല, കണ്ടു നോക്കൂ. വെളിച്ചത്തിലുള്ള ബാക്കി കഥകൾ പറയാം. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴത്തെ ക്യാബിൻ ക്രൂസ് ആരാന്നൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ പോകണ വഴിയുള്ള വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് ബാക്കി കാഴ്ചകൾ മുന്നോട്ടാണ്. അങ്ങനെ ഗൈസ് നമ്മൾ എത്തി. അപ്പോൾ നമ്മുടെ കൂട്ടുവണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം നിലവിൽ എരുമിയൂരെത്തി. അടിപൊളിയാണ് ക്ലൈമറ്റൊക്കെ. അപ്പോൾ ഇതാണ് ഗിരീഷേട്ടൻ. ഗിരീഷേട്ടൻ ഒരു ഹായ് പറഞ്ഞേ. ഇതാണ് ആള്. പെട്ടെന്ന് ക്യാമറ കണ്ടപ്പോൾ ഇതായി പോയി. ഗിരീഷേട്ടനാണിത്. ഇതാണ് നമ്മുടെ ഡോൾഫിൻ ബസ്. നമ്മുടെ ഈ വണ്ടിയും അതേപോലെ തന്നെ നമ്മുടെ കുമ്പാരീസുമാണ് 2 വണ്ടി നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയിട്ടു. ഒതുക്കിയിട്ട് ഞങ്ങൾ കസ്റ്റമർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വണ്ടി നമ്മുടെ ബസ് നമ്പർ 1 ബസ് നമ്പർ 2 എന്നൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ജമീഷ് അവിടെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടി ലേശം അപ്ഡേഷൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ആൾക്കാർ പിക്ക് ചെയ്തിട്ട് നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് ശരിക്കും ദാ നിൽക്കുന്ന ആളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതാണ് നമ്മുടെ അൻസിക. ആള് ക്യാമറ കണ്ടോട്. നമ്മൾ കുഞ്ഞാറ്റം കൊണ്ടുള്ള ട്രിപ്പിൽ നമ്മുടെ ജീസസിന്റെ ബസ്സൊക്കെ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് ആള് പോയിട്ടുണ്ട്. അൻസിക ഒരു ഹായ് പറഞ്ഞേ. കുറേ നാളുകൾക്ക് ശേഷം ആൾക്ക് ക്യാമറ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര നാണാണ്. അപ്പോൾ നമ്മൾ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി പതുക്കെ ഇവിടെ നമ്മൾ പോവാം. ആൾക്കാർ പിള്ളേരൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് വിടാം. ആൻഡ് നിങ്ങൾ കാണാത്തൊരു വ്യക്തിയും കൂടി നമുക്ക് കാണിച്ചു തരാം. നമുക്ക് ആരുടെ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് വിശാൽ ഒരു ഹായ് പറഞ്ഞ. വിശാലിൻ്റെ ഫ്രണ്ടാണ്, ക്ലാസ്മേറ്റ് ആണ്, എന്താണ് ചങ്കാണ്, ചങ്കിടിപ്പാണെന്നൊക്കെ പറയുന്നവരാണ്. അവൻ IT കമ്പനിയിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങളിന്ന് ട്രിപ്പാണെന്ന് പറഞ്ഞപ്പോൾ നൈസായിട്ട് ഞങ്ങൾ ഇന്ന് ഫ്രീ ആണല്ലേ, ഇന്ന് ഫ്രീ ആയതുകൊണ്ട് നൈസായിട്ട് ഞങ്ങൾ എന്നാൽ ഇറങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കട്ടെ, ആൾക്കാരൊക്കെ വരട്ടെ, വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. പിള്ളേരൊക്കെ വന്നു തുടങ്ങി. 2 വണ്ടിയിലായിട്ട് നമ്മൾ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾ അപ്പുറത്തെ 7-ാം ക്ലാസ്സുകാരൊക്കെയാണ്. അപ്പോൾ അവർ വണ്ടിയിൽ കയറാനുള്ള തിരക്കിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് ആലുവയിൽ ഇവർ മെട്രോയിലൊക്കെ കയറ്റി അവിടെ നിന്ന് നമ്മൾ കളമശ്ശേരി പോയി അവിടെ നിന്ന് നമ്മൾ ഹിൽ പാലസിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ വണ്ടി ഏകദേശം കറുകുറ്റി എത്തിയിട്ട് ഇതാ ഞങ്ങളാണ് മാറിക്കിടാ ഇതാ വണ്ടി. നമ്മുടെ വണ്ടി ഒതുക്കിയിട്ടുണ്ട്, അവിടെ നിൽക്കണു. നമ്മുടെ കുട്ടികൾ ഇതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണു. അപ്പോൾ നമുക്ക് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാൽ കാര്യമായി കൊടുക്കാണല്ലോ. കുക്ക് നമ്മൾ വഴിയിൽ നിന്ന് കയറി, ഫുഡ് എടുത്തിട്ട് വഴിയിൽ നിന്ന് കയറി. അപ്പമുണ്ട്, ഇടിയപ്പമുണ്ട്, സ്റ്റൂ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കഴിച്ച് കഴിയട്ടെ. അപ്പോൾ ഭക്ഷണം പരിപാടി എല്ലാം കഴിഞ്ഞു. ഞങ്ങളിതാ പതുക്കെ യാത്ര തുടങ്ങുമ്പോൾ അപ്പോൾ നമ്മുടെ ഡോൾഫിന് ഓൾറെഡി ഡീസൽ അടിച്ചു, നമ്മുടെ കുമ്പാരിസിന് ഓൾറെഡി ഡീസൽ അടിക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും കൂടി നിന്നിട്ടൊരു ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് വന്നിട്ടുള്ള സ്കൂളിലത്തെ സ്റ്റാഫ്. എല്ലാവരും ഹായ് പറഞ്ഞേ.
ഉഷാറില്ലല്ലോ. അതിൻ്റെ ഒരു ഉഷാറ് പറഞ്ഞാണല്ലേ. ഓക്കെ, കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉഷാറ് വന്നില്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമ്മൾ പതുക്കെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പോണ വഴിയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തേക്ക് നമ്മുടെ ഡോൾഫിനിൽ നിന്ന് മാറി നമ്മുടെ കുമ്പാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി കയറണേ. അപ്പോൾ അതിനായിട്ട് അങ്ങനെ അങ്കമാലി പാസ്സായി പോയിക്കൊണ്ടിരിക്കുന്നു. വിശാലുണ്ട്, ജമീഷുണ്ട്, അനസിക്കിരിക്കുന്നുണ്ട്. അപ്പോൾ അനസിക്ക് ഇനി ഫുൾ ടൈം ഉണ്ടാവും നമ്മുടെ കുമ്പാരത്തിൻ്റെ മെയിൻ ആളായിട്ട് നമ്മുടെ അനസിക്ക് ഇനി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പോകണം. അത്യാവശ്യം തിരക്കുണ്ട്, ശനിയാഴ്ച ആയതുകൊണ്ട് ബ്ലോക്കുകൾ ഉള്ളിൽ ഭയങ്കര പാട്ട് കടന്നുകൊണ്ടിരിക്കുക, അന്താക്ഷരി കളി കടന്നുകൊണ്ടിരിക്കുക പിള്ളേർ. നടക്കട്ടെ. പിന്നെ ഇപ്പോൾ നമ്മൾ നേരെ മെട്രോയിലേക്ക് പോയിട്ട് മെട്രോ കയറി നേരെ നമ്മൾ കളമശ്ശേരി വരെ പോകും. അവിടെ നിന്ന് തിരിച്ച് ബസ്സിലാക്കി നമ്മൾ പിന്നെ അവിടെ നിന്ന് ഹിൽ പാലസ് പോകും. അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ ഇപ്പോൾ പോകുന്നത്. അങ്ങനെ കേസ് ഞങ്ങളിതാ മെട്രോ സ്റ്റേഷനിലെത്തി. മെട്രോ സ്റ്റേഷനിലിതാ കുട്ടികളെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ മുകളിൽ പോയി കയറ്റി ഇനി ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ കേസ് അങ്ങനെ നമ്മൾ ആ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് പാക്കേജും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്റ്റുഡൻസിന് നമുക്ക് സ്റ്റാർട്ട് ടു എൻഡ്, അതായത് ആലുവയിൽ നിന്ന് നമുക്ക് തൃപ്പൂണിത്തുറ വരെ നമുക്ക് 30 രൂപയ്ക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ കുട്ടികളെ കൊണ്ട് വരുമ്പോൾ ഇവർക്കൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. മൊത്തം 30 രൂപയ്ക്ക് നമുക്ക് ആലുവയിൽ നിന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് തൃപ്പൂണിത്തുറ വരെ പോകാൻ വേണ്ടി സാധിക്കും. അതാ അവിടെ നമ്മുടെ ശ്രീകമ്മഞ്ചനുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ നമുക്കിനി പതുക്കെ മെട്രോയിലൊക്കെ കയറി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകാം. അപ്പോൾ കേസ് അങ്ങനെ മെട്രോ എൻ്റർ ചെയ്തു. പക്ഷേ കുറച്ച് റഷ് ആയതുകൊണ്ട് ഞങ്ങൾ മെട്രോ എൻ്റർ ചെയ്യണത് കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. ആൻഡ് നമ്മുടെ കുട്ടികളെല്ലാവരും മെട്രോയിലുണ്ട്. കുറച്ച് പേര് നമ്മുടെ വിശാലം നോക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഇപ്പോൾ ഇവിടുന്ന് മെട്രോയിൽ നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ആലുവ സ്റ്റെപ്പ് ചെയ്ത് നമ്മൾ തൃപ്പൂണിത്തുറ ജംഗ്ഷൻ വരെ എൻഡ് വരെ നമ്മളത് പോകുന്നുണ്ട് കേസ്. ഓക്കെ, ബാക്കി നമുക്ക് തൃപ്പൂണിത്തുറ നമ്മുടെ ബസ്സും കാര്യങ്ങളും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹിൽ പാലസൊക്കെ കഴിഞ്ഞു. അവിടെ നമ്മൾ ഹിൽ പാലസിൻ്റെ ഉള്ളിൽ കയറിയില്ല, അതുകൊണ്ട് പിന്നെ അവിടുത്തെ വിഷ്വൽസ് ഒന്നും കാണിക്കാണ്ടിരുന്നത്. അവിടെ ഒരു പ്രത്യേകിച്ച് 1.5 മണിക്കൂറുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ തിക്കും തിരക്കും ബഹളയും, കാരണം കണ്ടമാനം വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളിപ്പോൾ നേരെ മറൈൻ ഡ്രൈവിലേക്ക് പോവാം. മറൈൻ ഡ്രൈവിൽ പോയിട്ട് നമ്മൾ ഫുഡ് കൊടുക്കാനുള്ള സെറ്റപ്പാണ് ചെയ്യാൻ പോകണം. നല്ല ചൂടുണ്ട്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല രീതിക്ക് ചൂട് കാണുന്നുണ്ട്. അപ്പോൾ ഡോൾഫിൻ ഇതാ കയറി പോകണു. അപ്പോൾ അതിലിപ്പോൾ തൽക്കാലത്തിന് നമ്മുടെ ജമീഷിനെയും കുപ്പുവിനെയൊക്കെ അതിൽ കയറ്റി വിട്ടു. നമ്മൾ പിള്ളേരെവിടെ ഉണ്ട്, അവർ പിള്ളേർ സെറ്റ് എൻജോയ് ചെയ്തിരിക്കുക. ഇവിടെ നേരെ അപ്പോൾ പിള്ളേരുടെ രീതിയിലുള്ള എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. നല്ല ബ്ലോക്ക് ഉണ്ടാവും, അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. കൊച്ചിയിൽ ബ്ലോക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ഓൾമോസ്റ്റ് ബ്ലോക്ക് ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ഞങ്ങളിനി മറൈൻ ഡ്രൈവിൽ പോയിട്ട് ഫുഡൊക്കെ കൊടുത്ത് ബോട്ടിംഗ് ഒക്കെ ചെയ്യാനുള്ള പരിപാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിച്ച് ഞങ്ങളിതാ മറൈൻ ഡ്രൈവ് എത്തിയിരിക്കുകയാണ്. മറൈൻ ഡ്രൈവിൽ ഇതാ വിശാലൊക്കെ എങ്ങനെയുണ്ട് വിശാലേ? അതല്ലേ. അപ്പോൾ അതാ പിള്ളേരൊക്കെ ഇവിടെ നിർത്തിയിട്ട് നമ്മുടെ ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ ബോട്ട് വന്നിട്ട് ഫുഡൊക്കെ കയറ്റി പിള്ളേരെ ബോട്ടിൽ വെച്ച് ഫുഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള പരിപാടിയാണ്. നമ്മുടെ ബോട്ട് ഏകദേശം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വരുന്നതാണ് നമുക്ക് പോകാനുള്ള ബോട്ട്. ആ ബോട്ടിലാണ് നമ്മുടെ ഒരു ടീം. പിന്നെ ഇവിടെ ഒരു ചെറിയ ബോട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെ 2 ബോട്ടായിട്ടാണ് നമ്മൾ പിള്ളേരെ കയറുന്നത്. അപ്പോഴാണ് നമുക്ക് ഏകദേശം വെയിറ്റിൽ ഓടാവുള്ളൂ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ പതുക്കെ കയറട്ടെ.
അങ്ങനെ ഞങ്ങളിതാ പുതുവൈപ്പ് ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ നമ്മൾ മറൈൻ ഡ്രൈവൊക്കെ കഴിഞ്ഞ് ബോട്ടിങ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്തുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് റഷും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പുതുവൈപ്പ് ബീച്ചിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാൾ ഇവിടെ ഉണ്ട്. അതാ സാറുമാരും ടീച്ചർമാരും ഇവിടെ ഉണ്ട്. പിള്ളേർ വഴിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ടൂർ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാ? വണ്ടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. നിങ്ങൾ ഏത് വണ്ടിയിലായിരുന്നു? കുമ്പാരിസിലായിരുന്നു അല്ലേ? ഓക്കെ. ഫുഡൊക്കെ കഴിച്ചു? ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അപ്പോൾ അതെ, അപ്പോൾ ഞങ്ങളിതാ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവരെ ബീച്ചിൽ 1 hour കളിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും നമ്മൾ? തിരിച്ച് കളിക്കണ്ട? ബീച്ചിൽ കളിക്കണ്ട? അത് ശരി. ഡ്രസ്സ് കൊണ്ടുവന്നുണ്ട് വേറെ? എന്താ ഇതിന് പേരെന്താ? അതെ, നിങ്ങളുടെ സ്കൂളിലെ പേരൊക്കെ പറ. എരുമൂർ. എത്ര ക്ലാസ്സിൽ പഠിക്കണേ? 7ാം ക്ലാസ്. ഓക്കെ. അപ്പോൾ അടുത്തെല്ലാം 8ാം ക്ലാസ്സിൽ നിന്ന് ടൂർ പോകുമ്പോൾ ഞങ്ങൾ വിളിക്കുവോ? 10-ലുള്ളൂ? 10-ല് വിളിക്കുമോ? ഓക്കെ. അപ്പോൾ പിള്ളേർ സെറ്റ് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കണം. അത്യാവശ്യം ഒരു മഴയ്ക്കുള്ളൊരു കോളുണ്ട്. എന്തായാലും ബീച്ചിലെത്തിയിട്ട് ബാക്കി കാണാം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുറേ തമിഴ്നാട്ടിൽ നിന്ന് കുട്ടികൾ നമ്മുടെ എറണാകുളം കാണാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതാ പട്ടം പറത്തുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങൾ നടന്ന് ബീച്ചിലെത്തി. നമ്മുടെ പിള്ളേരവിടെ ഓൾറെഡി കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ നോക്കാം. ഇതൊക്കെയാണ് നമ്മുടെ പിള്ളേരവിടെ നിന്ന് കളിക്കുന്നത്. നല്ല കാറ്റും അതേപോലെ തന്നെ കാണാനും നല്ല രസമുണ്ട്. നിലവിൽ ഇതൊക്കെ എങ്ങനെയാണോ? ഇത് അറിയപ്പെടുന്ന ബീച്ച്. അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. പണ്ട് വിശാല് പെൺകുട്ടിയായിട്ട് കറങ്ങാൻ വരുന്ന സമയത്ത്, അതായത് ഇവന്റെ ലൈനായിട്ട് കറങ്ങാൻ വരുന്ന സമയത്ത് ഇവിടെയാണ് വന്നിരുന്നതെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് വഴി അറിയില്ലെന്ന് ചുമ്മാ എറിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് വഴി അറിയാമെന്ന് പറഞ്ഞ് വന്നതാണ് നമ്മുടെ വിശാൽ. അത് കുക്കൂടെ ഉണ്ടോ? അങ്ങനെ ഞങ്ങൾ അവിടെ വൈപ്പിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ അങ്ങനെ ആലുവ ദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടെയ്നർ വഴി പോയിക്കൊണ്ടിരിക്കണേ. നല്ല മഴയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ മഴ. അങ്ങനെ അപ്പോൾ മഴയൊക്കെ മാറുന്നു വിചാരിക്കുന്നു. ദേശത്ത് മുഴുവൻ നല്ല മഴ എത്ര നേരത്ത്. നമുക്കിങ്ങനെ ഉള്ളിൽ പിള്ളേർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ റോഡിന് മൊത്തം വെള്ളം കഴിച്ചു. ഒരു 5-6 അടിയുള്ള കണ്ടാലും മുഞ്ചുള്ള പഞ്ചാരയടിക്കാരൻ. ഒരു അടിക്കാരൻ ഒരു 5-6 അടിയുള്ള കണ്ടാലും മുഞ്ചുള്ള പഞ്ചാരയടിക്കാരൻ. ഒരു അടിക്കാരൻ ഓന കൊണ്ടടികളിലെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണത്തിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ തിരിച്ച് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ കോട്ടയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. ഏകദേശം 1.5 മണിക്കൂർ നമ്മുടെ വേറൊരു വണ്ടി, നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടി പോയിട്ട് ബ്ലോക്കായിട്ട് നമുക്ക് കോൾ വന്നു. 1.5 മണിക്കൂർ ബ്ലോക്ക് കിടന്നെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ചാലക്കുടി കഴിഞ്ഞിട്ട് ആളൂർ വഴി കൊടകരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്ലൈ ഓവറിൻ്റെ താഴേക്ക് ഇറങ്ങി. പക്ഷേ ഇറങ്ങിയപ്പോൾ കഴിച്ച് ഇവിടെയും അതന്നെ അവസ്ഥ. നമ്മൾ ആ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് പോകാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെയും ബ്ലോക്ക്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ ആളൂർക്ക് പോണ വണ്ടികളാണോ എന്നറിയില്ല, അതോ നേരെ പോയി കിടക്കാൻ പറ്റുന്ന ഐഡിയക്ക് പോകുന്ന ആൾക്കാരാണെന്ന് അറിയില്ല. വീണ്ടും ബ്ലോക്ക്. ഇതിപ്പോൾ മുകളിലും ബ്ലോക്കാണ്, താഴെയും ബ്ലോക്കാണ്. ഞാനിപ്പോൾ ദിവസം പോയി ബ്ലോക്ക് കാരണം കഴിഞ്ഞാൽ എന്തോരം ലേറ്റ് ആവുന്നൊരു ഐഡിയ ഇല്ല. നോക്കട്ടെ. അപ്പോൾ അങ്ങനെ കഴിച്ച് നമ്മൾ എത്തിയിരിക്കുകയാണ്. ബ്ലോക്കുകളെല്ലാം കഴിഞ്ഞ് ഏകദേശം സമയം ഇപ്പോൾ ഏകദേശം 11:15. അതായത് നമ്മൾ ശരിക്കും 9:15 ആകുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചത്. നല്ല ബ്ലോക്കും കാര്യങ്ങളും. അയ്യോ, എറണാകുളം യാത്ര വളരെയധികം ദുഷ്കരമായിക്കൊണ്ടിരിക്കുകയാണ് ഈ നാളിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് എരുമൂരെത്തി. ബാക്കിലത്തെ വണ്ടി നമ്മുടെ ഡോൾഫിൻ വരുന്നുണ്ട്. ഡോൾഫിന് വരുന്ന വഴിക്ക് കുറച്ച് സ്റ്റാഫുകളൊക്കെ ഇറക്കാനുണ്ട്. നമ്മുടെ പിള്ളേരെല്ലാവരും ഇറങ്ങിയതാ. വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് വിളിക്കാൻ വേണ്ടിയിട്ട്.
വണ്ടി താങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ നമുക്കൊരു ലോക്കൽ ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ്. ലോക്കൽ ട്രിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ദിവസം ഗ്യാപ്പുണ്ട്, പിന്നെ അടുത്ത ദിവസം അടുത്ത ട്രിപ്പ്, അങ്ങനെയാണ് പോകുന്നത്. വലിയ കുഴപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പാക്കേജ് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ വിളിക്കുക, നമ്മൾ അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് ചെയ്തു തരും. ഏത് അങ്ങനെ ബാലു നമ്മുടെ JCD കോളേജൊക്കെ പഠിക്കുന്നത് വിശാലിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ വഴിയിൽ നിന്ന് കയറ്റിയിട്ട് നേരെ അപ്പോൾ ഇതാ നമ്മുടെ ടീച്ചർമാർ ഇവിടെയുണ്ട്. എരുമിയൂർ സ്കൂളിലത്തെ ടീച്ചർമാർ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ടീച്ചർമാരോട് ചോദിക്കാം. ടീച്ചർമാർ എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? അടിപൊളി ട്രിപ്പായിരുന്നു. ഓക്കെ, ഓർഗനൈസേഷൻ നല്ല വെൽ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ ചെയ്തു. ഓക്കെ. പിന്നെ ഫുഡാണെങ്കിലും സൂപ്പർ ആയിരുന്നു. മക്കളൊക്കെ നന്നായി എൻജോയ് ചെയ്തല്ലോ. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തല്ലോ. നല്ല കംഫർട്ടബിൾ ആയിരുന്നു യാത്ര. ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. രാവിലെ അത്രയും സമയങ്ങളിൽ ഇതുവരെയും കുഞ്ഞു മക്കളല്ലേ, ഓക്കെ. പക്ഷെ അവര് വളരെ കെയർ ചെയ്ത് തന്നെ എല്ലാവരും കൊണ്ടുപോയി. ഓക്കെ, അപ്പൊ നമ്മളെ വേറെ സ്കൂളുകൾക്ക് റെക്കമെൻഡ് ചെയ്യൂ? തീർച്ചയായിട്ടും. എനിവേ താങ്ക് യു മാം. ഇനിയും യാത്രകളിൽ ഇവിടെ നിന്ന് കണ്ടുമുട്ടാൻ സാധിക്കട്ടെ. എനിവേ താങ്ക് യു ടീച്ചർമാരെ. അപ്പോൾ ടാറ്റ. അപ്പോൾ അടുത്തൊരു വീഡിയോ, അടുത്തൊരു പാക്കേജിന്റെ വീഡിയോ വരുന്നവർക്ക് വണക്കം.